നടൻ ഹരീഷ് പേങ്ങൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വിശദാംശങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ. അശ്വതി, എപ്പോഴാണ് മരണം സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കരൾ സംബന്ധമായ അസുഖം ബാധിച്ച ചികിത്സയിലായിരുന്നു നടൻ ഹരീഷ് പേങ്ങൻ. എറണാകുളം അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. വയറുവേദനയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് അദ്ദേഹത്തിന് കരൾ രോഗമുണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നടനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച ഡോക്ടറുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. സാമ്പത്തികമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കരൾ മാറ്റിവെക്കാനായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. ഈ കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരി ശ്രീജ തയ്യാറായിരുന്നു. എങ്കിലും ഭീമമായ തുകയാണ് ചെലവഴിക്കേണ്ടി വന്നത്. ശസ്ത്രക്രിയകൾക്കും തുടർ ചികിത്സയ്ക്കുമൊക്കെയായിട്ട് 40 ലക്ഷത്തോളം രൂപ കണ്ടെത്തണമായിരുന്നു. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ എല്ലാം പണവും മറ്റു കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. മഹേഷിന്റെ പ്രതികാരം, ഷഫീഖിന്റെ സന്ദേശം, ഹണി ബി, വെള്ളരിപ്പട്ടണം, ജാനിമൻ, ജയ 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 ഹേ, പ്രിയൻ ഓട്ടത്തിലാണ്, ജോൻ ജോ, മിന്നൽ മുരളി തുടങ്ങിയ നിരവധി സമകാലിക സിനിമകളിൽ ഹരീഷ് പേങ്ങൻ അഭിനയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നർമ്മത്തെയും ഒക്കെ തന്നെ വലിയ നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉള്ള നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. മറ്റ് ചടങ്ങുകളുടെയും മറ്റു കാര്യങ്ങളും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ച് വ്യക്തത ഉടൻ ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വയറുവേദനയുമായി ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം ഉണ്ട് എന്നറിഞ്ഞത്. ഇതിനെ തുടർന്നായിരുന്നു അദ്ദേഹം വലിയ ചികിത്സ ഒക്കെ തന്നെ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുകയായിരുന്നു. നടൻ ഹരീഷ് പേങ്ങൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. അത് സംബന്ധിച്ച് തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സഹപ്രവർത്തകരുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് നടക്കുന്നതിനിടെയാണ് ആരുടെയും സഹായം തേടാതെ തന്നെ അദ്ദേഹം യാത്രയായിരിക്കുന്നത്. എന്തായാലും ചെയ്ത സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും സ്മരിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ അനായാസകരമായി തന്നെ സ്വാഭാവിക അഭിനയത്തിലൂടെ തന്നെ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെ മികവുറ്റതാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറിയ വേഷങ്ങൾ പോലും വളരെ കൈയടക്കത്തോടു കൂടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.